ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. ഇന്നത്തെ ഈ ഒരു ഡിസൈന് കൈയിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ കുറച്ച് താഴെ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പെയറിൽ വരച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അടുത്തൊരു ഫ്ലവറും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഫ്ലവറും തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്ന രീതിയിൽ ഒരു സ്പെയറിൽ കൂടെ വരച്ചിട്ട് മൂന്നാമത്തെ ഒരു ഫ്ലവറും കൂടെ ഒന്ന് ഹംസ് വെച്ചിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് കൈയിൻ്റെ അറ്റത്തേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചെടുക്കണം. ആദ്യത്തെ 4 ലൈൻസ് ഒരേ ഗ്യാപ്പിലും അതിനുശേഷം വരക്കുന്ന ലൈന് ഇത്തിരി കൂടെ ഗ്യാപ്പ് കൂട്ടിയിട്ടും ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കണം. ഇങ്ങനെ മൊത്തത്തിൽ 6 ലൈൻസാണ് ഇപ്പോൾ ഇവിടെ വരച്ചെടുക്കുന്നത്. അതിനുശേഷം വീതി കൂടിയ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ലൈൻ ഒന്ന് നിർത്തി കൊടുത്ത ശേഷം അടുത്ത 2 ലൈനുകൾ തമ്മിൽ ഒന്ന് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ലൈനിന് മുകളിലായിട്ട് താഴോട്ട് നിൽക്കുന്ന രീതിയിൽ ഹംസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഹംസിന് മുകളിലൊക്കെ ലീവ്സ് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ച ഫ്ലവേഴ്സിനോട് ചേർന്നിട്ടുള്ള ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പെയറിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് 3 വലിയ പെറ്റൽസ് വരുന്ന ഫ്ലവർ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും അതുപോലെയുള്ള ഒരു ഫ്ലവർ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു കുഞ്ഞ് സ്പെയറിൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ നോർമൽ പെറ്റൽസ് ഒന്ന് കട്ടി കൂട്ടി വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ലൈനിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ കർവ് വരുന്ന ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ടി കൂട്ടിയെടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു ഇത്തിരി കട്ടി കൂടി വരുന്ന മഴത്തുള്ളിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്ത ശേഷം ഒരു റാ ഷേപ്പ് അതിന് മുകളിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ച് കൊടുത്ത ശേഷം അതിന് മുകളിൽ ഹംസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ച ഫ്ലവേഴ്സിനോടും ഇപ്പോൾ വരച്ച ഫ്ലവേഴ്സിനോടും ചേർന്നിട്ട് സ്പൈറലും ഹംസും ഉപയോഗിച്ച് വരക്കുന്ന 2 ഫ്ലവേഴ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മുകളിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന സൈഡിലോട്ടുള്ള സ്പേസിലായിട്ട് ഇതുപോലെ സ്പൈറൽസ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരച്ച് കൊടുത്തിട്ട് അതിൽ സാധാ പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2-3 ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ നിന്ന് 4ാമത്തെ വിരലിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ലൈന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിംഗറിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം വരക്കുന്ന ലൈന് ഇത്തിരി കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. വീണ്ടും ഒരു നോർമൽ ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലും കട്ടി കൂടിയ ഒരു ലൈന് വീണ്ടും നോർമൽ ലൈൻ വരച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് നേരത്തെ വരച്ച പോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഒന്ന് വരച്ചിട്ട് സൈഡിലൊക്കെ ഡോട്ട്സ് ഇട്ടെടുക്കുക. ഇനി ഫ്ലവറിൻ്റെ മുകളിലോട്ടായിട്ട് 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിംഗറിൻ്റെ താഴെയുള്ള ലൈനിൽ ഹംസ് വരച്ച് കൊടുത്തിട്ട് അതിന് താഴെയായിട്ട് ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്തിട്ടുള്ള ലൈനിൽ ഇതുപോലെ 3 ലീവ്സിൻ്റെ സെറ്റ് വീതം ഗ്യാപ്പിട്ടിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലീവ്സ് വരച്ചതിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ വരുന്ന ലൈനിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ ഡോട്ട് വീതം 2 സ്പേസിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പേപ്പറിൽ ഡിസൈൻ വരച്ചെടുക്കാൻ കാരണം കയ്യിൽ സ്റ്റെയിൻ ഉള്ളതുകൊണ്ടാണ്. മെഹന്തി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിസൈനൊക്കെ വരക്കുന്ന ടൈമിൽ അടുപ്പിച്ച് അങ്ങ് വരച്ചിട്ട് കോണ് കംപ്ലീറ്റ് ചെയ്യലാണ്. അപ്പോൾ 1-2 ഡിസൈൻ വരക്കുമ്പോഴേക്ക് തന്നെ കയ്യിൽ നല്ലപോലെ തന്നെ സ്റ്റെയിൻ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുതിയ ഡിസൈൻസ് ഒന്നും വരക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ പേപ്പറിൽ വരക്കുന്നതാണ് ഈസി ആയിട്ട് തോന്നുന്നത്. ഇങ്ങനെ നമ്മുടെ കൈ ഉപയോഗിച്ച് ഒരു തവണ വരച്ചുകൊണ്ട് തന്നെ ഒന്നിലധികം പേപ്പറിൽ വരക്കുന്ന വീഡിയോ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ. വീഡിയോസൊക്കെ സ്ഥിരമായി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കും പ്രാക്ടീസ് ബോർഡൊന്നും കയ്യിലില്ലാത്തവർക്കും ഇതുപോലൊക്കെ നോർമൽ പേപ്പറിൽ തന്നെ ഡിസൈൻസൊക്കെ എളുപ്പത്തിൽ വരക്കാൻ പറ്റും. A4 ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത്തിരി കൂടെ കട്ടി ഉണ്ടാവും പേപ്പറിന്. അല്ലാന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജോ അല്ലെങ്കിൽ എക്സാം പേപ്പറോ ഒക്കെ ഉപയോഗിച്ചും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ 2ാമത്തെ ഫിംഗറിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ ചെരിഞ്ഞ രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഷേപ്പിൻ്റെ ഉൾഭാഗത്തായിട്ട് കർവ് വരുന്ന ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലീവ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞ് ലൈൻ വീതം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
വരച്ചെടുത്ത ഷേപ്പിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇനി ഈ ഒരു ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ചിട്ട് സ്പൈറൽസ് വരച്ചു കൊടുത്തിട്ട് 3 പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുക. ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്ന ടൈമിൽ ഇത്തിരി കൂടെ ഒന്ന് വലിപ്പം കുറച്ചിട്ട് വരച്ചെടുക്കുന്നതാവും നല്ലത്. എൻ്റെ കോണ് കട്ടി കൂടി വന്നതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ വലിപ്പം ഇത്തിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്കിൽ ഡിസൈൻസ് വരുമ്പോൾ ആ ഒരു ഭാഗം മാത്രം എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഫ്ലവേഴ്സിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചുറ്റിലും ഫ്ലവേഴ്സ് വരച്ച ശേഷം ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും 2 ലീവ്സ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലീവ്സിൻ്റെ വലിപ്പം ഫ്ലവേഴ്സിൻ്റെ വലിപ്പത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വലിപ്പം കുറച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ലീവ്സ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കുഞ്ഞു കുഞ്ഞു ലീവ്സും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പറിലായതുകൊണ്ട് തന്നെ മായ്ച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് വരച്ചു പോയതാണ്. ഇനി ഫിംഗറിലായിട്ട് ഇതുപോലെ ഒന്ന് ഇത്തിരി കർവ് ചെയ്തിട്ടുള്ള 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗത്ത് വരുന്ന സ്പേസിൽ ഇതുപോലെ ചെരിഞ്ഞ ലൈൻസ് കൂടെ വരച്ചിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിസൈൻ്റെ മുകളിലായിട്ട് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഹംസും അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്ലവറിൻ്റെ 2 സൈഡിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. മുകളിലായിട്ട് ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ഫിംഗറിലും ചെറിയ ചെറിയ വ്യത്യാസം വരുന്ന ഡിസൈൻസാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിംഗറിൽ ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുള്ള 2 ലൈനുകളും ഒന്ന് കട്ടി കൂട്ടിയെടുക്കുക. മുകളിലും താഴെയും കൊടുത്തിട്ടുള്ള ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഹംസ് കൂടെ വരച്ചെടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും മുകളിൽ ഇതുപോലൊരു ഫ്ലവറും ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിഡിൽ ഫിംഗറിൽ മാത്രം ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ലീവ്സിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ 5 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെയുള്ള ഹംസിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത കോളങ്ങളൊക്കെ ഇത്തിരി കൂടെ ഒന്ന് കട്ടി കൂട്ടിയിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടിയതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഒപ്പം എത്താൻ ഇത്തിരി പണിയുണ്ട്. 40 മിനിറ്റോളം എടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ 9.5 മിനിറ്റോളം ആക്കിയിട്ടൊന്ന് ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വോയിസ് കൂടെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും സ്പീഡ് കൂട്ടി കൊടുക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വരച്ചെടുക്കുന്നത്. പല വീഡിയോസിനും വ്യൂസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വാച്ച് അവർ തീരെ കൂടുന്നില്ലേ. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡ് കൂട്ടിയിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തെടുക്കുന്നത്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടത്തിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇനി ഡിസൈൻ്റെ മുകളിലായിട്ട് 2 സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ കർവ് വരുന്ന ഷേപ്പും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ലൈൻസും സൈഡിൽ ഫ്ലവറും ലീവ്സൊക്കെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.